ആയിട്ട് ഞങ്ങൾ പുട്ടും കടലയും അതായത് മോസ്റ്റ്ലി ഞങ്ങൾ പുട്ടാണ്. ഹലോ, ഇന്ന് സൺഡേ ആണ്. അപ്പം ഞങ്ങളുടെ മീൽ പ്രിപ്പ് ഡേ ആയിരുന്നു. ഒരാഴ്ചത്തേക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ കറികൾ മാത്രം, ചോറില്ല, ചോറ് അന്നന്ന് ഉണ്ടാക്കുകയാണ് പൊതുവെ. അപ്പോൾ എന്തൊക്കെയാണുള്ളതെന്നോ, ആദ്യം ഇത് ലിവർ ഫ്രൈ ആണ്. ലിവർ കുറച്ച് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു, അത് ഫ്രൈ ആക്കി വെച്ചത്. അത് ഇന്നത്തേക്കേ ഉള്ളൂ, ഒരാഴ്ചത്തേക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത് പയർ. എക്സ്പെൻസീവ് ആണ്, കാരണം ഇവിടെ 18 തരംസ് ആയിരുന്നു ഞങ്ങൾ ഇന്നലെ മേടിക്കാൻ നേരത്തെ 1 കിലോയ്ക്ക്. പക്ഷെ 1 കിലോ ഒന്നും ഇല്ല, ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചുള്ളൂ. നാട്ടിലൊക്കെ ഉള്ളപ്പം പൊതുവേ ഉണ്ടല്ലോ, വീട്ടിലെ അമ്മമാരൊക്കെ, നമുക്ക് വീട്ടിലൊക്കെ പയറുള്ളപ്പം അമ്മമാർ പറയും പയർ കഴിക്കുമ്പോൾ പയർ തോരൻ കഴിക്കുക. അപ്പം നമ്മൾ പറയും നോ നോ നോ, പയർ തോരൻ വേണ്ടാന്ന്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വില മനസ്സിലാവും. നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആർക്കൊക്കെ കഴിക്കാൻ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കഴിച്ചു. പിന്നെ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. പിന്നെ നമുക്കുള്ളത് വൈറ്റ് ചന കറിയാണ്. നമ്മൾ രാത്രിത്തേക്ക് വെള്ളക്കടല. തന്നെ വെള്ളക്കടല, വൈറ്റ് ചന കുറച്ച് സ്റ്റൈലായിക്കോട്ടെ. പിന്നെ നെക്സ്റ്റ് മീൻ വറുത്തത്. എന്ത് മീൻ വെച്ചത്? അയലപ്പാറ. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചു നോക്കണം. പിന്നെ ഇത് തക്കാളിക്കറി. തക്കാളിക്കറി കാണുന്നുണ്ടല്ലോ, തക്കാളി എന്നൊരു സ്പൂൺ ഉണ്ടായിരുന്നു, മിസ്സാണല്ലോ. കുഴപ്പമില്ല, ഈ സ്പൂൺ വെച്ച് കാണിച്ചു തരാം. തക്കാളിക്കറി ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി 2 കറി വേണം, കാരണം ഒന്ന് രാത്രിത്തേക്കും ഒന്ന് ഉച്ചക്കത്തേക്കും. പിന്നെ രാവിലത്തെ കാര്യം രാവിലെ ഞങ്ങൾ എന്തൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പൊതുവെ ചോറ് ഞങ്ങൾ അന്നന്ന് ഉണ്ടാക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ അത് ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെക്കാറില്ല. വൈകിട്ട് ഞങ്ങൾ പുട്ടും കടലയും, അതായത് മോസ്റ്റ്ലി ഞങ്ങൾ പുട്ടാണ്, കാരണം ഒരു നേരം ചോറ് കഴിക്കാറുള്ളൂ. പിന്നെ വൈകുന്നേരം അരിയില്ല, എന്താണ് രാഗി ഓർ വീറ്റിൻ്റെ പുട്ടുണ്ടാക്കും, കടലക്കറി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത്. എന്നും ഓരോരോ വെറൈറ്റി കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ ചെയ്യുക, സമയമില്ല. പിന്നെ ഉണ്ടാക്കാനും മടിയാണ് വന്നു കഴിഞ്ഞിട്ട്, അതൊക്കെയുണ്ട്. ഞാൻ പൊതുവെ ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ല കേട്ടോ ഇതൊക്കെ. അല്ലല്ല, ഞാൻ പൊതുവെ എല്ലാം ഉണ്ടാക്കി, ഞാൻ തന്നെയല്ല ഉണ്ടാക്കാറ്. ഇന്ന് വെച്ചാൽ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് വന്നു. എന്നാൽ എല്ലാത്തിലും കുറച്ചൊക്കെ പിന്നെ കൈവെപ്പ് നടത്തിയിട്ടുണ്ട്, പിന്നെ ടേസ്റ്റ് നടത്തിയിട്ടുണ്ട്. ടേസ്റ്റ് ആൻഡ് അപ്രൂവ്ഡ് അതൊക്കെയുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഉണ്ടാക്കാറ്. ഒരു സൺഡേ അങ്ങനെ പകുതി ഇങ്ങനെ കുക്കിങ്ങിൽ പോകും, പകുതി പിന്നെ അലറച്ചിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയോളം ഞങ്ങളുടെ ഇന്നത്തെ മീൽ പ്രിപ്പിൻ്റെ വ്ളോഗ്. നിങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് ഹെൽത്തി ആണോ അല്ലയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല കഴിക്കാമെന്നൊക്കെ ഉള്ളത്. പക്ഷെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആക്കി വെച്ചേ പറ്റൂ. അപ്പോൾ അത്രയുള്ള ടാറ്റ, ബൈ ബൈ, സീ യു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് മീൽ പ്രിപ്പിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ലിപ്സ്റ്റിക് കേൾക്കുന്നു. ലിപ്സ്റ്റിക് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.